ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്ക് ജംഗ് ഫറോ കാണാൻ പോയാലോ? ജംഗ് ഫറോ എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് യൂറോപ്പ് ആണ്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലൻഡിലാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ജംഗ് ഫറോ കാണാൻ പോയാലോ? ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സ്വിറ്റ്സർലൻഡിലെ ഒരു സ്വർഗതുല്യമായ റോഡ് ട്രിപ്പിലേക്കാണ്. നമ്മളിപ്പോ ലുസേൺ മുതൽ ഗ്രിൻഡൽവാൾഡ് വരെയാണ് ഈ റോഡ് മാർഗം സഞ്ചരിക്കുന്നത്. ഗ്രിൻഡൽവാൾഡിൽ നിന്നാണ് നമുക്ക് ജംഗ് ഫറോയിലേക്ക് പോകേണ്ടത്. ഗ്രിൻഡൽവാൾഡിൽ നിന്നും ജംഗ് ഫറോയിലേക്ക് പോകാനായിട്ട് റെയിൽ സർവീസും ഉണ്ട്, മൗണ്ടൻ റെയിൽ ഉണ്ട്, അതുപോലെ തന്നെ കേബിൾ കാർ സർവീസും ഉണ്ട്. നമ്മൾ മൗണ്ടൻ റെയിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിമനോഹരമായുള്ളൊരു റോഡ് ട്രിപ്പാണ്. ഈ ട്രിപ്പിൽ പല പല ടൂറിസ്റ്റ് സ്പോട്ടും കാണിക്കുന്നുണ്ട്. ഇന്റർലേക്കൺ ഉണ്ട്, ബ്രൂണിംഗ് പാസ് ഉണ്ട്, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഈ വീഡിയോയിൽ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ലുസേൺ എന്ന് പറയുന്നത് ഒരു ശാന്തമായ പട്ടണമാണ്. നീല നിറത്തിൽ തിളങ്ങുന്ന ലുസേൺ ലേക്കും പഴയ ബ്രിഡ്ജുകളും പഴമ നിറഞ്ഞ കെട്ടിടങ്ങളും ഒക്കെയാണ് ലുസേണിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്. ഇവിടെ നിന്നും നമ്മൾ കാരവാൻ ഓടിച്ച് മലനിരകളിലേക്കാണ് നീങ്ങുന്നത്. വഴിയിലൂടെയുള്ള കാഴ്ചകൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പാറക്കെട്ടുകളും പച്ചപ്പും മഞ്ഞുള്ള കുന്നുകളും താഴെ നീല തടാകങ്ങളും ഒക്കെ ആയിട്ട് സ്വർഗത്തിൽ കൂടി കയറി പോകുന്നു എന്നൊരു ഫീലാണിപ്പോൾ നമുക്ക്. നമ്മള് ആൽപ്സ് പർവ്വത നിരകളിൽ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങകലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആൽപ്സ് പർവ്വത നിരകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? പോകുന്ന വഴിയിൽ ധാരാളം കാഴ്ചകളുണ്ട്. ഇന്റർലേക്കൺ ഉണ്ട്, ബ്രൂണിംഗ് പാസ് ഉണ്ട്, അതുപോലെ തന്നെ മലമുകളിലെ പൈൻ ഗാർഡുകളുണ്ട്, അതുപോലെ തന്നെ പാടശേഖരങ്ങൾ, പുല്ല് തിന്നുന്ന പശുക്കൾ, പശുത്തൊഴുത്ത്, അതുപോലെ ധാരാളം കാഴ്ചകൾ കാണാം. ചെറുതായിട്ട് ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇതുവരെ ഞങ്ങളുടെ യാത്രയെ മഴ ശല്യം ചെയ്തിട്ടില്ല. മിക്കവാറും മഴ പെയ്യുന്നത് രാത്രി സമയങ്ങളും വൈകുന്നേരങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് ഒരു തടസ്സവും ഇതുവരെ മഴ ഉണ്ടാക്കിയിട്ടില്ല. എന്ത് ഭംഗിയുള്ള പഴയകാല യൂറോപ്യൻ കെട്ടിടങ്ങളാണെന്ന് നോക്കൂ. സ്വിറ്റ്സർലൻഡിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം വീടുകളും പശുത്തൊഴുത്തുകളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം പശുത്തൊഴുത്തുകളുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കത് പശുത്തൊഴുത്തുകളാണെന്ന് തോന്നില്ല. പക്ഷെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ 3 നില കെട്ടിടങ്ങളൊക്കെ പശുത്തൊഴുത്തുകളാണെന്ന്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ഹൈവേ കൂടിയാണ്. ഇവിടെ എങ്ങും 6 വരിപ്പാതയോ 8 വരിപ്പാതയോ ഒന്നും തന്നെ ഇല്ല. പ്രകൃതിയെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഇവിടുത്തെ റോഡ് നിർമ്മാണവും അതുപോലെ തന്നെ റെയിൽ പാതകളും മീറ്റർ ഗേജും നാരോ ഗേജും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടുത്തെ വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ റോഡിനോട് വളരെ ചേർന്നാണ് ഇരിക്കുന്നത്.
ഒട്ടും തന്നെ സ്പേസ് കളയാതെ റോഡിൻ്റെ സൈഡിലാണ് അവർ ഈ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കി സ്ഥലങ്ങൾ മുഴുവൻ കൃഷിഭൂമികളായിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ്. അങ്ങകലെ ആൽപ്സ് പർവ്വതനിര കാണുന്നില്ലേ? മഞ്ഞു മൂടിയ പർവ്വതനിരകൾ. അവിടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്, ആൽപ്സിന്റെ താഴ്വാരത്തിലേക്ക്. എന്ത് ഭംഗിയുള്ള കെട്ടിടങ്ങളാന്ന് നോക്കിക്കേ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നേരത്തെ ഞാൻ എന്തുകൊണ്ടാണ് സ്വർഗതുല്യമായ യാത്രയെന്ന് പറഞ്ഞതെന്ന്? ശരിക്കും ഒരു സ്വർഗത്തിലേക്ക് ഇറങ്ങി ചെന്നൊരു ഫീലാണ് നമുക്കിപ്പോൾ. ഇങ്ങനെയുള്ള യാത്രകള്, ഇങ്ങനെയുള്ള റോഡ് ട്രിപ്പുകളൊക്കെ ഇതിനു മുമ്പ് ഞാൻ മൂവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് സ്വിറ്റ്സർലൻഡ് ആണെന്ന് പറയുന്നത് വെറുതെ അല്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ആൽപൈൻ പർവ്വതങ്ങളാണ് അങ്ങ് അകലെ കാണുന്നത്. ഈ കാണുന്ന നദിയാണ് ഇന്റർലേക്കൺ എന്നറിയപ്പെടുന്നത്. മനോഹരമായ നദിയാണ്. ഇതും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ക്യാൻവാസിലെ ചിത്രം പോലെയാണ്. ഈ ലേക്കിനപ്പുറത്തെ മലകളും പർവ്വതനിരകളും ഒക്കെ കണ്ടപ്പോൾ ഈ ചെറിയ ചെറിയ കെട്ടിടങ്ങള്, ചെറിയ ചെറിയ കോഫി ഹൗസുകളൊക്കെയാണ് കേട്ടോ. അതുപോലെ ഇന്റർലേക്കണിൽ ധാരാളം ഹോട്ടലുകളും ഉണ്ട്. ടൂറിസ്റ്റുകൾക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരുപാട് 3 സ്റ്റാറും 5 സ്റ്റാറും ഹോട്ടലുകളൊക്കെ ഉണ്ട്. ആരും സ്കിപ്പ് ചെയ്ത് പോയേക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ബ്രോണിംഗ് പാസിലേക്കാണ്. ഇനിയിപ്പോൾ അധികം ദൂരെ ഇല്ല ബ്രോണിംഗ് പാസിലേക്ക്. എന്താ ഒരു ഭംഗിന്ന് നോക്കൂ. ജങ്ഫറോയിൽ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. സ്കീയിങ് ഉണ്ട്, സ്നോ ബോർഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈക്കിങ്, മൗണ്ടൻ ബൈക്കിങ്, അതുപോലെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് കണ്ടോ, പാറ തുരന്നിട്ടുള്ള ഒരു തുരങ്കമാണ്. അതിന് മുകളിലേക്ക് വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം തന്നെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു തുരങ്കം ഉണ്ടാക്കി വെച്ചേക്കുവാണ് ഇവിടുന്ന്.
ഇതുപോലെ ധാരാളം തുരങ്കങ്ങൾ നിങ്ങൾക്ക് ഈ വഴിയിൽ കാണാൻ പറ്റും. ഇതിനെയാണ് ബ്രൂണിംഗ് പാസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈഗർ പർവ്വതത്തിൻ്റെ താഴ്വാരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചാമിങ് വില്ലേജ് ആണ് ഗ്രിൻഡൽവാൾഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ജംഗ്ഫറോവിലേക്ക് പോകേണ്ടതും. എന്താ ഒരു മനോഹാരിത! പശുത്തൊഴുത്താണ്. ഗ്രിൻഡൽവാൾഡ് വരെയുള്ള ദൂരം ഏകദേശം 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് ഈഗർ പർവ്വതം. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ഈഗർ പർവ്വതം. ഈ സ്ഥലത്തിനെയാണ് ഗ്രിൻഡൽവാൾഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വാരത്തിലുള്ള ഗ്രിൻഡൽവാൾഡ് എന്ന മനോഹരമായ ഗ്രാമത്തിലെത്തി. ഞങ്ങൾ അവിടെ നമ്മുടെ കാരവാനൊക്കെ പാർക്ക് ചെയ്ത് മൗണ്ടൻ റെയിലിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ് ചെയ്തത്. നമ്മുടെ കയ്യിൽ സ്വിസ് ഫ്രാങ്കിൻ്റെ കോയിൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ പാർക്കിംഗ് ഏരിയയിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ അവിടെ ആ പേയ്മെൻറ്റും ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ വഴി ജംഗ്ഫറോയുടെ മുകളിലേക്ക് പോകാനുള്ള മൗണ്ടൻ റെയിലിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതുമൊക്കെ കളക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ, -ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. അത് കാരണമാണ് ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ജാക്കറ്റൊക്കെ ഇട്ട് പോകാൻ റെഡിയായി നിൽക്കുന്നത്. അപ്പോൾ ജംഗ്ഫറോയിലേക്കുള്ള മൗണ്ടൻ റെയിലിലെ കാഴ്ചകളും മുകളിൽ ചെന്നിട്ടുള്ള മഞ്ഞിൽ കളിക്കുന്ന വീഡിയോസും ഒക്കെ അടുത്ത ഭാഗത്തിൽ കാണിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.